മാക്സിമം ഇനി ഒരു 1-2 വർഷം കൊണ്ട് നിങ്ങളൊക്കെ ഈ സർക്കാർ സർവീസിൽ വരാനുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞത് 80 മാർക്കിൽ കൂടുതൽ കിട്ടിയവർക്ക് മാത്രമല്ല. നമസ്കാരം, ടാൻഡം PSCയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ LSTSന്റെ ഷോർട്ട് ലിസ്റ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനടിയിൽ ഒരുപാട് പേര് ചില കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നെഗറ്റീവായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ വിഷമമായിരിക്കാം. അവരുടെ വിഷമത്തെ ഞാൻ മാനിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് പ്രകാരം 483 പേരാണെന്ന് എൻ്റെ ഓർമ്മ. 484 483 പേര് മെയിൻ ലിസ്റ്റിൽ മാത്രം വന്നിട്ടുണ്ട്. പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റ് അടക്കം 1050ഓളം പേര് വന്നിട്ടുള്ള ഒരു ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇന്നലെ ക്ലാസ്സിൽ കാര്യമായിട്ട് പറയുന്നത് നെഗറ്റീവ് എന്നുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഈ പറയുന്ന 1050 പേരിൽ അല്ല 1000-ന്റെ അധികമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്നും വെറും 200ഓളം പേർക്ക് മാത്രമാണ് ഇതിൽ നിയമനം ലഭിക്കുക. അതൊരു വസ്തുതയാണ്. അത് പറയാതെ 1000 പേർക്കും പ്രതീക്ഷ നൽകാൻ പറ്റും. പക്ഷെ അങ്ങനെ പ്രതീക്ഷ നൽകിയത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, നിങ്ങൾ ഈ പറയുന്ന LSTSന്റെ എക്സാം ഒരു 80 മാർക്കിൽ കൂടുതൽ നേടിയിട്ടുള്ള എല്ലാ ആളുകളും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ പറയുന്ന കേരള PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും മികച്ച 2000 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഉണ്ടാകും. ഈ 80-ൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും പല കാരണങ്ങൾ കൊണ്ടും ഉൾപ്പെടാതെ പോയവരുമായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു PSC പരീക്ഷ പാസ്സായി ജോലിയിലെത്താൻ കഴിയുന്ന ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ്. ചെറിയ അശ്രദ്ധ കൊണ്ടോ മറ്റോ ഒക്കെ ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത ആളുകളും ഇനി ലിസ്റ്റിൽ തന്നെ കയറിയിട്ട് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ടെൻഷൻ അടിക്കുന്ന ആളുകളോടൊക്കെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് നിയമനം ലഭിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. കാരണം നമുക്കറിയാം, 200 പേർക്ക് നിയമനം ലഭിക്കാൻ സാധ്യത കാണുന്നുള്ളൂ. മാക്സിമം പോയാൽ അതൊരു 220 വരെയൊക്കെ പോയിന്ന് വരും. അതിലപ്പുറത്തേക്ക് ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പൊ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ 298 പേര് 290-ലധികം ആളുകൾക്ക് നിയമനം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ എങ്ങനെ 200-ലേക്ക് കുറഞ്ഞത് എന്ന് ഇന്നലെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ മനസ്സിലാക്കി കൊടുത്തുള്ള പിഴവായിരിക്കും. 298 നിയമനമല്ല ഞാൻ പറഞ്ഞത്, 298 സെക്രട്ടറിമാരാണ് ടോട്ടൽ ഡയറക്ടർ സെക്രട്ടറിമാരായിട്ട് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് 220 പേരും മുനിസിപ്പൽ സെക്രട്ടറി ആയിട്ട് 27 പേരും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് 51 പേരുമാണ്. ഇന്റഗ്രേഷന് മുമ്പുള്ള കണക്ക് 298 പേരാണ് ടോട്ടൽ ഡയറക്ടർ സെക്രട്ടറിമാരുള്ളത്. ഈ 298-ൽ നിന്നും നിലവിൽ സർവീസിൽ തുടരുന്ന ആളുകൾ ഇപ്പോ തന്നെ സർവീസിൽ എത്ര പേരുണ്ട്? 210 പേരുണ്ട്. ഈ 210 പേരിൽ ഒരുപാട് പേര് പ്രൊമോഷൻ ആയിട്ടും അതേപോലെ റിട്ടയർമെന്റ് ആയിട്ടും ഒക്കെ ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് പോവാനുണ്ട്. അതൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 200ഓളം പേരൊക്കെ പുതിയ ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ട. 298 എന്ന് പറയുന്നത് മൊത്തം ഡയറക്ടർ സെക്രട്ടറിമാർക്ക് അനുവദിച്ചിട്ടുള്ള പോസ്റ്റാണ്. ഈ 298-ൽ നിന്നും ഒരു 70-80 പേരൊക്കെ എങ്ങനെയായാലും ഈ ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോഴും നേരത്തെ കയറിയവർ സർവീസിൽ ഉണ്ടാകും. അപ്പൊ അത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് ഈ ലിസ്റ്റിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് 298 200 ആയത് എന്ന് കൺഫ്യൂഷൻ വേണ്ട. 200 മാക്സിമം പോയാൽ ഒരു 220 വരെയൊക്കെ 220 മാക്സിമം ആണ്. അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട. 200 വരെയൊക്കെ നിയമനം ഈ ഒരു ലിസ്റ്റിൽ നിന്ന് കൃത്യമായിട്ട് നടന്നാൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ പറയുന്ന 1000 പേരെ ഈ ലിസ്റ്റിൽ കയറി 1000 പേരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പ്രിലിംസ് പരീക്ഷ എഴുതിയതിൽ നിന്നും ഒരു 35,000 പേരെ സെലക്ട് ചെയ്തപ്പോൾ അതിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ 35,000 പേർക്ക് PSC അടുത്ത കാലത്തായിട്ട് നടത്തിയതിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒരു പരീക്ഷ നടത്തിയപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നടത്തിയ പരീക്ഷയിലും 35,000-ൽ നിന്ന് 1000 പേരെ കടഞ്ഞെടുത്തപ്പം അതിലും ഉൾപ്പെട്ട ആളുകളാണ് നിങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ അത്രയും നല്ല ഒരു ലെവലിലേക്ക് നിങ്ങളുടെ പഠന നിലവാരം എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ നിസ്സാരമായ പ്രശ്നങ്ങൾ കൊണ്ട്, നിസ്സാരമായിട്ടുള്ള അശ്രദ്ധ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ഒരു LSTS എക്സാമിന് ഒരു 80-ൽ കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ള ആളുകളും ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പഠനം ഏകദേശം ഒരു PSC ജോലിയിലേക്ക് എത്താനുള്ള ഒരു നിലവാരത്തിൽ എത്തിയിട്ടുണ്ട്. ചെറിയ അശ്രദ്ധ മൂലവും അല്ലെങ്കിൽ നിർഭാഗ്യം മൂലവും ഒക്കെ ഈ ഒരു LSTSന്റെ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയതായിരിക്കാം. നിങ്ങളും എന്ത് തന്നെയാണ് ഒരു PSCയുടെ ജോലിയിൽ എത്താനുള്ള ഒരു പഠന നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ
മാക്സിമം നിരുത്സാഹപ്പെടുത്താനും നിങ്ങളെ ഉറക്കി കടത്താനും ഒക്കെ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടാകും. പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ നെഗറ്റീവായിട്ട് പറയുന്നവരെ നമ്മൾ അവഗണിക്കുക. തീർച്ചയായിട്ടും നമ്മൾക്ക് ഇപ്പൊ റിലാക്സ് ചെയ്യേണ്ട സമയമല്ല. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിലാക്സ് ചെയ്യേണ്ടത് നമ്മൾ ജോലിയിൽ കയറിയതിനു ശേഷം മാത്രമാണ്. നിങ്ങൾ ഇപ്പൊ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ താഴെ ഉള്ളവർ നിങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് അംഗം ജയിക്കും. അതുകൊണ്ട് തന്നെ റിലാക്സ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. നിങ്ങൾ സർക്കാർ ഗവൺമെന്റ് ഓഫീസിലെ കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്നത് വരെ നിങ്ങൾ ഉദ്യോഗാർത്ഥിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പോയിന്റാണ്. അതുകൊണ്ട് നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ടില്ല. നമ്മൾ ജോലിയിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടുന്നത് വരെ നമ്മൾ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം നമ്മൾ ആ ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു സർക്കാർ ജോലി നേടിയെടുക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പഠന നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവരുത്. നമ്മൾ മാക്സിമം ഇനി ഒരു 1-2 വർഷം കൊണ്ട് നിങ്ങളൊക്കെ ഈ സർക്കാർ സർവീസിൽ വരാനുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞത് 80 മാർക്കിൽ കൂടുതൽ കിട്ടിയവർക്ക് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് പ്രിലിംസ് പാസ്സാകാൻ കഴിയാത്ത ആളുകളും അല്ലെങ്കിൽ മെയിൻസ് എക്സാമിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ടും നന്നായി പെർഫോം ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടാകും. അവർക്കും സാധ്യതയുണ്ട്. അല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു 80 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്ത ആളുകൾ ഉറപ്പായിട്ടും നിങ്ങൾ 2 വർഷത്തിനുള്ളിൽ ഒരു സർക്കാർ ജോലിയിൽ കയറാൻ കഴിയുന്ന ആ രീതിയിലേക്ക് നിങ്ങളുടെ പഠനം എത്തിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറാവരുത്. പരീക്ഷ എഴുതിയിട്ടൊന്നും കാര്യമില്ല, ലിസ്റ്റിൽ വരും, ജോലി കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ടാകും. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് സെക്രട്ടറി പരീക്ഷ മാത്രമല്ല ഒരുപാട് പരീക്ഷ PSC നടത്തുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ പരീക്ഷയിൽ ഈ ഒരു 2 വർഷം കൊണ്ട് നല്ല ഒരു തസ്തികയിൽ തന്നെ എത്താനുള്ള കഴിവുള്ള, അതിന് മാത്രം യോഗ്യതയുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഇതിലെത്തിയത് നിങ്ങൾ എന്താ പറയാ, നാരായണത്ത് ഭ്രാന്തനെ പോലെ കല്ല് ചുമന്ന് കൊണ്ടുപോയി മുകളിലെത്തിയിട്ടുണ്ട്, മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി അത് കീപ്പ് ചെയ്യാൻ താഴേക്ക് ഉരുട്ടി വിടാതെ അവിടെ കീപ്പ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാതെ, അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞൊരു 80+ മാർക്കൊക്കെ സ്കോർ ചെയ്ത ആളുകളാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് നിങ്ങൾ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. 2 മാസം കൂടി പ്രിലിംസിന്റെ ആദ്യ സ്റ്റേജിൽ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. കഷ്ടിച്ച് 2 മാസം, അതായത് മെയ് 21-ാം തീയതിയാണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു 2 മാസത്തിന് 1-2 ദിവസത്തിന് കുറവൊക്കെ ഇനി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും സമയമുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് സുഖമായിട്ട് പാസ്സാവാൻ പറ്റും. പിന്നെ മെയിൻസിന്റെ കാര്യമാണ്. മെയിൻസിലേക്ക് കുറച്ചുകൂടി പുതിയ ടോപ്പിക്കൊക്കെ വരുന്നുണ്ട്. LSCS അല്ലാത്ത ഒരു 25% ടോപ്പിക്ക് LSCS ഇല്ലാത്ത പുതിയ ടോപ്പിക്കാണ്. അത് പഠിക്കാൻ നമുക്ക് കൃത്യമായിട്ട് സമയവുമുണ്ട്. കാരണം ഇപ്പൊ ജൂണിലെ കലണ്ടർ വന്നപ്പോൾ ജൂണിലും ഒരു സ്റ്റേജ് എക്സാം ആണ് ഡിഗ്രി പ്രിലിംസിന്റെ ഉള്ളത്. ഇനി ഓഗസ്റ്റിലും ഒരു സ്റ്റേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 4ാമത്തെ സ്റ്റേജ് കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 3 സ്റ്റേജ് ആണെങ്കിൽ തന്നെ ഓഗസ്റ്റിലും ഉണ്ടാവും. അപ്പോൾ ടെന്റേറ്റീവ് ഷെഡ്യൂളിൽ പറയുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ എന്നാണ് മെയിൻസ് എക്സാമിന്റെ ടൈം പറയുന്നത്. പക്ഷെ ഓഗസ്റ്റിൽ ഏതായാലും പരീക്ഷ നടക്കും എന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്. കാരണം ജൂണിൽ പോലും ഡിഗ്രി പ്രിലിംസ് കഴിയുന്നില്ല. അപ്പൊ ജൂലൈ മാസത്തേക്ക് പ്രിലിംസ് പോവുകയാണെങ്കിൽ പിന്നെ അതിന്റെ ലിസ്റ്റൊക്കെ വന്നിട്ട് മെയിൻസ് എക്സാം എഴുതുന്ന സമയം എന്ന് പറയുമ്പോൾ മിനിമം ഒരു സെപ്റ്റംബറിലേക്കെങ്കിലും പോകും. അപ്പൊ സെപ്റ്റംബർ ഒക്ടോബറിൽ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി മെയിൻസ് എക്സാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കാനുള്ള സമയവുമുണ്ട്, മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സമയവുമുണ്ട്. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, നല്ല മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു, 99 മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു, 100 മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ലിസ്റ്റിൽ സപ്ലിമെന്ററിയിൽ പോലും വന്നിട്ടില്ല, എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നിരാശപ്പെടുന്നുണ്ട്. അതുപോലെ കുറഞ്ഞ മാർക്കിന് വേണ്ടി ലിസ്റ്റ് കിട്ടാതെ പോയ ആളുകളൊക്കെ നിരാശപ്പെടുന്നുണ്ട്. ആരും നിരാശപ്പെടേണ്ട കാര്യമല്ല. നിരാശ പരിഹാരമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിരാശ ഒന്നിനും പരിഹാരമല്ല. നമ്മൾ കൃത്യമായിട്ട് ഇത്രയും പഠിച്ചെത്തിയ സ്ഥിതിക്ക് ഇനി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് വരാൻ പോകുന്ന ഒരുപാട് പരീക്ഷകളുണ്ട്. ഡിവിഷണൽ അക്കൗണ്ടന്റ് ഉണ്ട്, പിന്നെ KS വരുന്നുണ്ട്, അതേപോലെ ഇനി ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ അടക്കമുള്ള ഗസറ്റഡ് പോസ്റ്റുകൾ ഭാവിയിൽ വരാനുണ്ട്, അടുത്ത വർഷങ്ങളിലൊക്കെ വരാനുണ്ട്. ഈ പരീക്ഷകളൊക്കെ നമുക്ക് വേണ്ടി ഉള്ളതാണ്. ഈ പരീക്ഷകളിലൊക്കെ ഏറ്റവും മുകളിൽ എത്താനുള്ള ആളുകളാണ് നിങ്ങൾ. പിന്നെ LSCS എക്സാമിന്റെ അത്ര ഒരു കോമ്പറ്റീഷൻ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ LSCS പരീക്ഷയുടെ ലിസ്റ്റിൽ വന്നവരും ഈ ലിസ്റ്റിൽ വരാതെ ജസ്റ്റ് മിസ്സായവരിലും പകുതിയോളം ആളുകൾ, എനിക്കറിയാവുന്ന പകുതിയോളം ആളുകൾ, നിരന്തരം എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് സമാനമായ തസ്തികകളിൽ ഓൾറെഡി ജോലി ചെയ്യുന്നവരാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ടോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ടോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിട്ട് KSFE-ലൊക്കെ ജോലി ചെയ്യുന്ന, ഹൈ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഈ 1000 പേരിലും. അതല്ലാതെ ജസ്റ്റ് മിസ്സായിട്ടുള്ള ആളുകളിലും പകുതിയോളം പേര് അത്തരം ആളുകളാണ്.
അല്ലെങ്കിൽ മറ്റു പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരു സെക്രട്ടറി അസിസ്റ്റന്റിനേക്കാൾ മേലിൽ ശമ്പളം വാങ്ങുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും. അതുകൊണ്ട് തന്നെ അവരൊന്നും ഈ ഒരു പരീക്ഷ എഴുതാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു 80-ന് മുകളിൽ കിട്ടിയ ഒരു 2000 പേര് ചിലപ്പോൾ ഉണ്ടാവും. ഈ ഒരു എക്സാമിന് 80-ൽ കൂടുതൽ സ്കോർ ചെയ്ത പരമാവധി 2000 പേരുണ്ടാവും LSGS-ന്. ഈ 2000 പേരിൽ ഒരു 1000-ന് താഴെ ആളുകളെ ഇനിയുള്ള ഈ പരീക്ഷകൾക്കൊക്കെ വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു LSGS-നെ അപേക്ഷിച്ചിട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കുറവുള്ള ഒരു എക്സാം ആണ് വരാനുള്ളതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഈ അവസരം പാഴാക്കാതിരിക്കുക. നിങ്ങൾ റിലാക്സ് ചെയ്യാനും ജോലി കിട്ടും പ്രതീക്ഷിച്ചിരിക്കാനും ഒക്കെ പറഞ്ഞ് നിങ്ങളെ പൂതി ഒപ്പിക്കാനും നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് തരാനൊക്കെ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. അങ്ങനെ തന്നതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രയോജനമില്ല. കാരണം നിങ്ങളിപ്പോ ഇതിന്റെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഇന്റർവ്യൂ കൂടി ബാക്കിയുണ്ട്. ഇന്റർവ്യൂവിനും നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ അതൊക്കെ അതിന്റെ മുറക്ക് നടക്കും. അത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് കിട്ടാൻ ഭാഗ്യം ഉണ്ടാവട്ടെ, കിട്ടുകയാണെങ്കിൽ അത് ലഭിക്കും. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടാതിരിക്കണമെങ്കിൽ അതിന്റെ ഒരു ഇന്റർവ്യൂയുടെ ലിസ്റ്റ് ഒക്കെ വന്ന് പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും മറ്റൊരു പരീക്ഷ എഴുതി നന്നായി പെർഫോം ചെയ്തിട്ട് നമുക്ക് ജോലി ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ലിസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ലിസ്റ്റ് വരുമ്പോൾ ഫൈനൽ ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് അടിയിലേക്ക് പോയാൽ പോലും നമുക്ക് നിരാശ വരില്ല. കാരണം എന്താ വെച്ചാൽ അത് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇത് കിട്ടുമല്ലോ എന്നുള്ള വാശിയുണ്ടാവും. അതിനുവേണ്ടി ശ്രമിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇന്റർവ്യൂവിന് കൃത്യമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്റർവ്യൂവിന് കൃത്യമായിട്ട് നല്ല മത്സരമാണ്. ബാക്കിലുള്ളവർ നമ്മുടെ മുകളിൽ കയറാതിരിക്കാൻ നമ്മൾ കൃത്യമായിട്ട് തയ്യാറെടുക്കണം. അതോടൊപ്പം ഈ പറയുന്ന പരീക്ഷകൾ കൂടി തയ്യാറെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശ സംഭവിക്കൂല. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നിരാശ പോലെ അടുത്ത ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് നിരാശ വരാതിരിക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് തയ്യാറെടുക്കുക. അപ്പോൾ നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം. കാരണം ആരെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. കാരണം ഈ 1000 പേരും ജോലി കിട്ടുമെന്ന് കരുതികൊണ്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിരാശ വലുതായിരിക്കും. അപ്പോൾ ടാൻഡം PSCയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദ്യോഗാർത്ഥിയോടൊപ്പം അവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് ടാൻഡം PSCയുടെ ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ നിങ്ങളെ മാക്സിമം ഒരു സർക്കാർ ജോലിയിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ താല്പര്യം, എന്റെ ആഗ്രഹം. ആ നിലക്കാണ് നിങ്ങളോട് വീണ്ടും പറയുന്നത്. ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ പോലും അടുത്ത പരീക്ഷയ്ക്ക് കറക്റ്റായിട്ട് തയ്യാറെടുക്കണം. അപ്പൊ ചില ആളുകളൊക്കെ കമന്റിൽ പറയുന്നുണ്ട്, ഞാനത് അത്ര പരിഗണിക്കുന്നില്ല, സെക്രട്ടറി അസിസ്റ്റന്റിന്റെ ബാച്ചിലേക്ക് ആളെ കൂട്ടാനാണ്. ഞാൻ അങ്ങനെ ഒരു കോഴ്സ് നടത്തിയിട്ട് ജീവിക്കുന്ന ആളല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ജോലി ചെയ്തിട്ട് കുടുംബം പോറ്റുന്ന ആളാണ്. ഈ കോഴ്സ് നടത്തുമ്പോൾ പോലും ആ കോഴ്സിൽ നിന്ന് പോലും ഒരു രൂപ ഞാൻ പ്രതിഫലമായിട്ട് പറ്റുന്നില്ല. ഞാൻ ആ കോഴ്സ് നടത്തിക്കൊണ്ട് പോകാനുള്ള ചെലവിന് വേണ്ടിയുള്ള ഒരു ചെറിയ ഫീസ് മാത്രമാണ് വാങ്ങുന്നത്. വളരെ ചെറിയ ഫീസാണ്. നിങ്ങൾക്കറിയാം, പലരും പറയുന്നുണ്ട് ഇത്രയും ചെറിയ ഫീസ് കൊണ്ടൊന്നും സെക്രട്ടറി അസിസ്റ്റന്റ് കോഴ്സ് കൊടുക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയാം, അവർ കൃത്യമായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഒരു രൂപ പോലും ഞാൻ അതിൽ നിന്ന് പ്രതിഫലം പറ്റുന്നില്ല. ഈ ഒരു കോഴ്സ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ, വീഡിയോ ഹോസ്റ്റിങ്ങിന്, അതേപോലെ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലൊരു ചെലവ് വരുന്നുണ്ട്. ആ ഒരു ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെറിയൊരു ഫീസെങ്കിലും വാങ്ങുന്നത്. ഫ്രീ ആയിട്ട് ക്ലാസ് തരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതിൽ നിന്നൊരു വരുമാനം പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ആ രീതിയിൽ ആരും കരുതേണ്ടതില്ല. അങ്ങനെ ഒരു താല്പര്യം എനിക്കില്ല. അതുകൂടി ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക. നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.